ഈ ചോദ്യം ഇന്നലെ വരെ ചോദിക്കട്ടെ. അല്ല, പറയട്ടെ. താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തിയെടുക്കുകയാണ്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ അല്ല കേട്ടോ. ഇത്രയും ഗുരുതരമായതൊന്നും താങ്കൾ 3 തവണ ഇത്രയും ഗുരുതരം. അപ്പൊ ഗുരുതരമാണെന്ന് അറിയാല്ലേ ആരോപണം? എന്തേ ആ ഗുരുതരം 3 തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കാത്ത ഗുരുതരമായ ആരോപണമാണെന്ന്? അങ്ങ് പറ്റും, അങ്ങ് ചോദിച്ചല്ലോ. ഒരു മിനിറ്റ് കേൾക്കൂ. പോലീസിനല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അല്ല, വെയിറ്റ്. ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ്. ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട. ഇതൊരു നിങ്ങൾ കേൾക്ക്. ഒരു ആരോപണം ഇരുന്നു, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ്, താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ്. ഇത് അതീവ ഗുരുതരമാണ് ആണല്ലേ? ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ? കേരളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടു. നമ്മൾ എന്താണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത്? ആ നടിയുടെ മുമ്പിൽ 2 വഴികളുണ്ടായി. ആരോരും അറിയാതെ അത് മൂടിവെക്കാം. അവർക്കിപ്പോഴും അവരുടെ കരിയറിൽ തുടരാം. അവർക്ക് ഒരു തരത്തിലുള്ള കരിയർ ഡാമേജും ഉണ്ടാവില്ല, ഇല്ലേ? എന്നാൽ ആ നടി അത് ധീരതയോടെ വിളിച്ചു പറഞ്ഞു. അവരുടെ മുഖാവരണം പോലും മാറ്റി ഒരു ഘട്ടമെത്തിയപ്പോൾ അവരൊരു ദേശീയ മാധ്യമത്തിന്റെ മുമ്പിലിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവരിപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഹലോ, ആ സംഭവത്തിന് വേറെ ഏതാ ദൃക്സാക്ഷി? പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരുന്നു, പിന്നെയല്ലേ പരിശോധിക്കണ്ടേ? അല്ല, ഇത്ര ഗുരുതരമായ ആരോപണം ലൈംഗിക ശിക്ഷ കാണിച്ചുള്ള ആരോപണം ആ ദിവസം തന്നെ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബസ് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്തുകൊണ്ടാണ് 4 ദിവസം വൈകി ആ മെമ്മറി കാർഡ് മിസ്സാകുന്നവരെ കാത്തിരിക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് ഇടപെടരുത്. ഈ ചോദ്യം നിങ്ങൾ ഇന്നലെ വരെ ചോദിക്കട്ടെ. അല്ല, പറയട്ടെ. താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തിയെടുക്കുകയാണ്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ അല്ല കേട്ടോ. ഇത്രയും ഗുരുതരമായതൊന്നും താങ്കൾ 3 തവണ ഇത്രയും ഗുരുതരം. അപ്പൊ ഗുരുതരമാണെന്ന് അറിയാല്ലേ ആരോപണം? എന്തേ ആ ഗുരുതരം 3 തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കാത്ത ഗുരുതരമായ ആരോപണമാണെന്ന്? അങ്ങ് പറ്റും, അങ്ങ് ചോദിച്ചല്ലോ. ഒരു മിനിറ്റ് കേൾക്കൂ. പോലീസിനല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അല്ല, വെയിറ്റ്. ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ്. ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട. ഇതൊരു നിങ്ങൾ കേൾക്ക്. ഒരു ആരോപണം ഇരുന്നു, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ്, താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ്. ഇത് അതീവ ഗുരുതരമാണ് ആണല്ലേ? ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ? പോലീസിന്റെ പടലേക്ക് ചാരാൻ ഇപ്പൊ അത് ഉന്നയിക്കുന്നല്ലേ? അതെന്ത് സെലക്ടീവ്നെസ് ആണ്? ഒരു ജാഗ്രത തോന്നുന്നില്ലേ? ഇത് അതീവ ഗുരുതരമാണെന്ന് 3 തവണ എന്നോടിപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല? ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല? എന്തേ പറഞ്ഞില്ല? അതീവ ഗുരുതരമാണല്ലോ. ആദ്യം തന്നെ എന്റെ പ്രശ്നം അല്ല, ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ? എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായ ഉത്തരം പറ. അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന 3 തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം, ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വാർത്താ സമ്മേളനത്തിന്റെ കാരണം. റിപ്പോർട്ട് ചെയ്തു അല്ലെ? അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞോ? നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞെന്താ? സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി, അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം. അതെ, മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു തർക്കമില്ല. നിങ്ങൾ ഇപ്പോൾ ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ, ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ. എന്റെ ചോദ്യം, ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ? പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത്. അതാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു. ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യാണ്. എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ്, ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷെ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല. അവിടെ പറഞ്ഞാൽ മതി. മാധ്യമങ്ങളല്ല. നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം.
പോലീസിനോടല്ലോ ചോദിക്കേണ്ടത്. നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ DCPയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും. ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ? ഡിവൈഎഫ്ഐയുടെ കൺസേൺ, ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ്? അത് വളരെ ക്ലിയറാണ്. ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഭാഷയ്ക്ക് ഇരയാവും. അത് അവരവരെ പ്രതികരിക്കുന്നു. അവർ പ്രതികരിച്ചത് മഹാസംഭവം. അധികാരത്തിന്റെ ധാർട്ട്, അധികാരത്തിന്റെ ഹുങ്ക്. താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ലാതായി മാറിപ്പോകുന്നു. അതിന്റെ യുക്തിയാണ് എന്റെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനം. അതിന് സാധൂകരിക്കും വിധം പറഞ്ഞതിന് പ്രത്യേകത നന്ദി. ഒരു സ്ത്രീ ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണം അത് ഗുരുതരമല്ല എന്നുള്ള അഭിപ്രായമൊന്നും കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകർക്കുമില്ല. പക്ഷെ ആ പരാതി പോലീസിന് മുമ്പിലേക്ക് എത്തുന്നു. തിരുവനന്തപുരത്തിന്റെ മേയറുടെ പരാതി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് കേസെടുത്തു. പോലീസ് വെറുതെ വിടില്ലല്ലോ. വളരെ നിർണായകമായ മെമ്മറി അല്ല, കേൾക്ക്, നിങ്ങൾ അന്വേഷണം വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. നിങ്ങൾ ഈ ഒരു ക്രൈമിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട്, ക്രൈമിനെ കുറിച്ച്, ക്രൈമിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കൽ, അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നീടല്ലേ അറിയാൻ പറ്റും. അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റും. അത് വെയിറ്റ് ആൻഡ് സീ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരു സ്ത്രീ, നിങ്ങൾ മേയർ എന്ന് വിടും, ഞാൻ വീണ്ടും പറയുന്നു, മേയർ മാത്രമല്ലല്ലോ, അവിടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ. അതെ, വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ. ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു. ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൾ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ഭാഗമായ ആളാണ്. നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലെ ആളാണെന്ന് എനിക്കറിയില്ല. അവിടെ തന്നെയുള്ള ഒരു മാധ്യമ പ്രവർത്തക, ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ആവർത്തിച്ച് വായിക്കണം. അത് ഇങ്ങനെയാണ്. ഞാൻ ഇതിലെ എന്റെ മാത്രം അഭിപ്രായമല്ലെന്ന് കണ്ടോ? നാട്ടിലുള്ള ചിന്തിക്കുന്ന, രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാ വനിതാ മാധ്യമപ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ ഇരുന്ന് പ്രകടിപ്പിക്കുന്നതെന്ന് കണ്ടോ? ഇങ്ങനെ ഒരാൾക്ക്, ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ അസ്വസ്ഥരാക്കുന്നതെന്നാണ്. ഏതാണ്ട് ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. നോക്കി വായിച്ച് സമയം കളയുന്നില്ല, എന്റെ ഉണ്ടത്. അത് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ കണകയാണ്. അതൊക്കെ കണ്ട് പഠിക്കുക കേട്ടോ. ഈ വാർത്തയുടെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടാതെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംഭവം എപ്പോഴാണ് പുറത്തു വരുന്നത് അതടക്കം ഈ നിമിഷം ഇപ്പോൾ പോലും ഇവിടെ വാർത്താ സമ്മേളനം അടക്കം ലൈവ് പോകുന്നുണ്ട്. അപ്പൊ അതിനടക്കം അത്രയും പ്രാധാന്യത്തിൽ ഈ വാർത്ത ഹാൻഡിൽ ചെയ്യുന്നത്. അതിനിടയിലാണ് ഇതിനകത്ത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? വാർത്ത എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? എന്താ പ്രാധാന്യം? എന്താ വാർത്ത എലമെന്റ്? എന്താ ന്യൂസ് വാല്യൂ? അതിൽ നിങ്ങൾ കരുതുന്ന പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും വാർത്ത ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. വേണ്ട. പക്ഷേ സമൂഹം എന്താണോ പറയുന്നത് അല്ലെങ്കിൽ സമൂഹം എന്താണോ ആവശ്യം അതടക്കമുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പ്രാഥമികമായിട്ട് ഇത് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരുടെയും ആരോപണത്തിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ഇത് മെമ്മറി കാർഡ്, ഇതിനകത്ത് CCTV ഉണ്ട്, അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോൾ അതിന്റെ അങ്ങനെ സംവിധാനം ഉണ്ട് എന്ന് അറിയാവുന്ന സാഹചര്യത്തിൽ ഇത് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ചെയ്യാതെ പോലീസ് കാണിച്ചത് വിളിച്ചു വേണ്ടെന്നാണ് ചോദിക്കുന്നത്. മറ്റൊരാൾ കോൺഗ്രസ് ഡിവൈഎഫ്ഐ അടക്കം ആരോപിക്കും അതൊരു പരിശോധിച്ചിട്ട് വീഴ്ച ഉണ്ടായി എന്നൊക്കെ പറയില്ലേ? അതാണ് ഇതിൽ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നും നിങ്ങൾ പറയുമെന്ന് ആപേക്ഷിക ചോദ്യം ഉന്നയിക്കണ്ട. നിങ്ങൾ കഴിഞ്ഞോ? ഇനി എനിക്ക് പറയാറ്, അങ്ങ് പറഞ്ഞൊരു കാര്യം, മാധ്യമങ്ങളെല്ലാം വേണ്ടത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇല്ലാന്ന് ആര് പറഞ്ഞു? മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആംഗിൾ എന്താണ്? താങ്കൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ, താങ്കളുടെ സഹോദരി ഇങ്ങനെ ഒരു വ്യക്തിമാണ് എങ്കിൽ താങ്കളുടെ ആംഗിൾ എന്താകുമായിരുന്നു? ഇനി അടുത്ത് ഇതിപ്പോട്ടെ, ഞാൻ വ്യക്തിപരമായി ചോദിച്ചതിന് വിട്ടേക്കും. കേരളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടു. നമ്മൾ എന്താണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത്? ആ നടിയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ടായി. ആരോരും അറിയാതെ അത് മൂടിവെക്കാം. അവർക്കിപ്പോഴും അവരുടെ കരിയറിൽ തുടരാം. അവർക്ക് ഒരു തരത്തിലുള്ള കരിയർ ഡാമേജും ഉണ്ടാവില്ല, ഇല്ലേ? എന്നാൽ ആ നടി അത് ധീരതയോടെ വിളിച്ചു പറഞ്ഞു. അവരുടെ മുഖാവരണം പോലും മാറ്റി ഒരു ഘട്ടമെത്തിയപ്പോൾ അവരൊരു ദേശീയ മാധ്യമത്തിന്റെ മുമ്പിലിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവരിപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ,
ഹലോ, ആ സംഭവത്തിന് വേറെ ഏതാ ദൃക്സാക്ഷി? നിങ്ങൾ ഈ നടിയുടെ കാര്യത്തിൽ, നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വേറെ ആരാ ദൃക്സാക്ഷി? കേരളം എവിടെ നിന്നു? ഗവൺമെന്റ് ആക്കപ്പെട്ടിരുന്നു, രാജ്യവും ലോകവും ആക്കപ്പെട്ടിരുന്നു. ഒരു വിക്ടിം ഒരു പരാതി പറയാം, എന്താ ഇപ്പോഴും അവരുന്നയിക്കുന്ന, ആര്യ ഉന്നയിക്കുന്ന പരാതിയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ നിങ്ങൾ ഈ പറയുന്ന അതീവ പ്രാധാന്യമുള്ള വാർത്തകളിലെ ആംഗിൾ എന്താണ്? അവർ അവരുടെ അധികാര ദുർവിനിയോഗം നടത്തിയതിന് വെളിച്ചത്ത് വന്നപ്പോൾ, വീഡിയോ പുറത്തു വന്നപ്പോൾ, പ്രതിരോധത്തിലായപ്പോൾ പറയുന്നൊരു കള്ളമെന്നാണ്. അതല്ലേ പറയുന്നേ? കള്ളമെന്നല്ലേ പറയുന്നത്? അതിനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇനി അങ്ങനെ ഉന്നയിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനൊരു സാക്ഷി വേണം. ഇല്ല എങ്കിലോ? ഇല്ല എങ്കിൽ ഇവരുടെ പൂർവ്വകാലം ഒന്ന് നോക്കിപ്പോണം. പൂർവ്വകാലം നോക്കിപ്പോണം. എന്താണ് ഈ ആരോപണ വിധേയനായ ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ എന്ന് നോർമലി നോക്കിപ്പോണം. എന്താ ഇത് രണ്ടിലും? ഇതേ എന്റെ പ്രശ്നമായിട്ടുള്ളൂ. വാർത്താ പ്രാധാന്യം, നിങ്ങൾ വാർത്താ പ്രാധാന്യം തറയിൽ വെക്കുന്നില്ലല്ലോ. ഇത് വേറെ എണ്ണം കിട്ടുന്നവരെ നിങ്ങൾ വെക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് വാർത്താ വിഭവങ്ങൾ മാത്രമായിരിക്കും. അതിനപ്പുറത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ വാർത്ത കൊടുക്കും എല്ലാവർക്കും. അങ്ങ് പറഞ്ഞല്ലോ, ഈ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധം വാർത്ത കൊടുക്കണ്ട. മൊറാലിറ്റി ഉണ്ട്. മൊറാലിറ്റിയുടെ ഒരു ലേശം എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഹിയർ ദി അതർ സൈഡ് എന്നുണ്ട്. നിങ്ങൾ എല്ലാ ഭാഗവും നിങ്ങൾ സമഗ്രമായി നിങ്ങൾ വാർത്ത കവർ ചെയ്തു. ഈ സംഭവത്തിൽ എന്ത് ചെയ്തോ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോ മേയർ രാത്രി അവരുടെ സ്വകാര്യ വാഹനത്തിലല്ലേ അവർ പോയത്? നിങ്ങൾ പറയുന്ന ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടത് ഒരു പച്ചക്കള്ളം കൂടി ഞാൻ പറയാം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധനുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ. ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ആ ബസിന്റെ അധികൃതർ ശ്രമിച്ചത്. പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിട്ടു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ദുരനുഭവം ഉണ്ടായി. നിങ്ങൾ ഒരു കാര്യത്തിൽ നോക്കട്ടെ, മേയർ ആദ്യമായിട്ടല്ലല്ലോ തിരുവനന്തപുരം നഗരത്തിൽ കാറ് സഞ്ചരിക്കുന്നത്. അവർ മേയറായിട്ട് ഇപ്പോൾ ഏതാണ്ട് കുറച്ചാളായല്ലോ. ഇതുവരെ ഒരിടത്തും ഇറങ്ങി അതെല്ലാം ബസിന്റെ മുമ്പേ അവർ സ്വകാര്യ വാഹനത്തിലും അവരുടെ വാഹനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. അവരുടെ അച്ഛനും ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് അവര് ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും തടഞ്ഞു നിർത്തുകയോ കാണിക്കുകയോ ചെയ്തൊരു സംഭവം അവർക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതുപോലെ അർദ്ധരാത്രി കുടുംബസമേതം പോകുമ്പോൾ ഒരു സ്ത്രീ, 2 സ്ത്രീകൾ ഇറങ്ങി ഇങ്ങനെ ചെയ്തെങ്കിൽ അതിന് മതിയായൊരു കാരണം വേണമെന്നുള്ളൊരു സാമാന്യ യുക്തിയില്ലെങ്കിൽ നമ്മൾ ആലോചിക്കട്ടെ. ആ പരിധിയും വിട്ട് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് നിങ്ങളെ കണ്ട് ചില കാര്യങ്ങളും നിലപാടുകളും പറയേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത്. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഗാന്ധമത്തിൽ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കുടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പദവി ഇവരെല്ലാം അങ്ങ് വീട്ടിലിരുന്നു കൊള്ളും, ഈ പണിയെല്ലാം നിർത്തിപ്പൊക്കോളും എന്ന് ഒരാളും കരുതേണ്ടതില്ല. അവർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട്. അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ്. ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേയറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത്. ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. ഇതിപ്പോൾ മാത്രമല്ല, ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനൊരു ടീം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും, മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തെല്ലാം ഉണ്ടായിരുന്നവർ തന്നെയാണ്. അവർ നട്ടു നനച്ചു വളർത്തുന്ന, അല്ലെങ്കിൽ
ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറി വിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം, അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. അത് സ്ത്രീ അധിക്ഷേപമായിരിക്കാം, ചിലപ്പോൾ വർഗീയ അധിക്ഷേപമായിരിക്കാം, വർഗീയ വിഭജനമായിരിക്കാം, എന്തും ചെയ്യും. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതൊരാളെയും ആക്രമിക്കും. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും ഇറക്കിവിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് എന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ ഏറ്റവും ഒടുവിൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഈ വിഷയത്തിൽ ഇവിടെ ഇപ്പോ പറയുന്നത്, ഇന്നലെ ഇപ്പോ വാർത്താസമ്മേളനത്തിന് കാരണമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലേക്ക് ഒരു ചാനൽ ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും തന്നെയും ബഹിഷ്കരിച്ചു കളഞ്ഞ ഒരു മാധ്യമ വിശാരദനുണ്ടല്ലോ, നിരീക്ഷക ബുദ്ധിജീവി. പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവ്വം. ആ പേര് പറഞ്ഞ എന്റെ നാവ് അശുദ്ധാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് കാളം കിട്ടും ഇത്രയും പറഞ്ഞപ്പോ തന്നെ. തുമ്പിലും തുരുമ്പിലും ജാതി പറയുന്ന ഒരാൾ, ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി, അറിയാലോ. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാനിടയായി. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകുന്ന ഉച്ചയ്ക്ക് ശേഷം, അതിനുശേഷമാണ് മാധ്യമങ്ങളെ കാണണം എന്തെന്നെ തീരുമാനിച്ചത്. ആ മഹാനുഭാവൻ പറയാൻ ഇങ്ങനെ പറഞ്ഞത് നന്നായി. ബാലുശ്ശേരി MLA അയാളെ ഇറങ്ങി എടാ ഡാഷ് മോനെ എന്ന് പറഞ്ഞ് അയാളുടെ, അതായത് ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന ഇരവാദം സച്ചിൻ ദേവ് ഉയർത്താത്തത് നന്നായി. എങ്കിൽ ഈ പാവം 175 രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാവം KSRTC ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ. ഇത് പറയാൻ എന്താ അദ്ദേഹം പറയുന്ന അർത്ഥം? കേരളത്തിലെ ദളിതരായ മനുഷ്യരെല്ലാം എന്നിട്ട് പറയാണ്, ഒരു പേരോട് കൂട്ടിച്ചേർക്കുന്നില്ല, ശ്രീനിധന്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിൻ ദേവ് അത് പറയാതിരുന്നത് നന്നായി. എന്ത് പറയണേ ബോധത്തിന്റെ നെറുകയിൽ നിന്നാണ് അയാൾ പറയുന്നത്. ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ? എന്ത് കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ്, അഭംഗിയാണെന്ന് തോന്നിയില്ല? ഇത് അരുതാത്തതാണ്, ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്ത് തോന്നുന്നില്ല? എന്ത് വിവരക്കേടും വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ? അങ്ങനെയുള്ളവരെയാണല്ലോ വൈകുന്നേരമാകുമ്പോ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത്. ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ചു കളഞ്ഞ ആളെയാണ് ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങ് കൊടുത്ത് പറയുന്നത്. എന്താ പറയുന്നത്? എന്താ തുപ്പുന്നത്? എന്താ വിസർജിക്കുന്നത്? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്തേ ബാലുശ്ശേരി MLAക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ? അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ്. എന്ത് അസത്യവും വിളിച്ചു പറയാം. ഇപ്പൊ ഏത് തരംതാണ രീതിയിലും ഇടതുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന വനിതകളെ, യുവാക്കളെ, യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി, ആൾക്കൂട്ടാക്രമണം സൈബർ ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം. ഇങ്ങനെ കുറെ പേര് വട്ടം ചുറ്റി പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണ ഒരാൾക്കും വേണ്ട. അത് ഒരു മാധ്യമത്തിനും വേണ്ട, ഒരു മാധ്യമ വിശാരദനും വേണ്ട. ഈ സൈബർ ലിഞ്ചിങ്ങിന് വേണ്ടി ചെല്ലും ചെലവും കൊടുത്ത ആളുകളെ പോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടുന്നു. അവർ പതറിപ്പോകത്തൊന്നുമില്ല. അവർക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന നിശ്ചയമായ ധാരണ അവർക്കുണ്ട്. അത് ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയേ വേണ്ട. ആര്യയുടെ കാര്യം എന്താ? ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യം ഈ പറഞ്ഞതിന്റെ ബാക്കി എന്താ? പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യഭാഷ കാണിച്ചു, അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ്, അല്ലെ?
കള്ളി മേയർ വ്യാജ പ്രതിരോധം തീർക്കുകയാണ്. ഈ സംഭവത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ട ഒരാളാണ് ഞാൻ. ഒരു വിവാദമായിട്ടില്ല. അർദ്ധരാത്രിയിൽ ആരെയോട് സംസാരിച്ച ആളാണ് ഞാൻ ഈ വിഷയത്തിൽ. എനിക്കപ്പോഴറിയാം അവളുടെ മെന്റൽ ട്രോമ. ആ നിമിഷം, ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്നെ പറയുന്നുണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യഭാഷയെ കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നുണ്ട്. ഇനി പോട്ടെ, ഞാൻ ഈ പറയുന്നതിനെ മാറ്റിവെക്കുക. നിങ്ങൾ പരസ്യപ്പെടുത്തിയ, നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോയിൽ അവരാദ്യമേ പറയുന്നില്ലേ അവരും അവരുടെ സഹോദരനും ഇയാൾ എന്താകെയാ കാണിച്ചതെന്ന് ചോദിക്കുന്നില്ലേ? 3, പുറത്തു വന്ന അവരും ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം, ആ സംഭാഷണത്തിൽ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താകെയാ കാണിച്ചത്? ഈ കൂട്ടത്തിൽ 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുമോ? അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല, അതാരും കണ്ടിട്ടില്ല. തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട്, വീഡിയോ വിഷ്വൽസ് ഉണ്ട്, സാക്ഷികളുണ്ട്. ആദ്യത്തതിന് ഈ പറയുന്ന 2 പെൺകുട്ടികൾ, നിങ്ങൾ ഒരാളെ മാത്രമാണല്ലോ പറയുന്നത്, മേയർ ആര്യ മാത്രമല്ലല്ലോ, വേറൊരു സ്ത്രീ കൂടി ആ പിക്ചറിലുണ്ടല്ലോ, വേറൊരു സ്ത്രീ കൂടി വിക്ടിമാണല്ലോ. അവർക്കൊരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ, ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ. അവളുടെ ഭർത്താവിന്റെ ഭാര്യ, സഹോദരന്റെ ഭാര്യയാണല്ലോ. അതൊരു സ്ത്രീയല്ലേ? എന്തേ അവരുടെ കാര്യം നിങ്ങൾ കാണാത്തെ? അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയാം. ഇത് വാദിച്ച് ജയിക്കാൻ സ്ക്രീനിൽ പിന്നീട് വന്ന് വാദിക്കുന്നതല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞാൽ നിങ്ങളിവിടെ ഞാൻ വെറുതെ പറയുന്നത് കരുതിക്കോ. ആ വീഡിയോയിൽ അവർ പറയുന്നില്ലേ ഇവർ തമ്മിൽ അർദ്ധരാത്രിയിൽ ടെലിഫോൺ സംഭാഷണം നടത്തുമ്പോൾ ഈ ഡ്രൈവർ എടുത്ത് പറയുന്നില്ലേ? അപ്പോൾ ഇത് ആ പറഞ്ഞ ആരോപണം അതങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ, ആരോപണ വിധേയനായ മേയർ ആരോപണം ഉന്നയിക്കുന്ന ഡ്രൈവർ, അയാളുടെ പൂർവ്വകാല ചരിത്രമെന്ത്? അത് നിങ്ങൾ തേടിപ്പോകുന്നവരല്ലേ? അപ്പൊ ആരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ തേടിപ്പോയത്? ആർഷോ ജനിച്ചപ്പോൾ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും പിച്ചത് മുതലുള്ള ചരിത്രം എടുത്ത് പോയവരല്ലേ നിങ്ങൾ? എന്തേ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വ ചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല? യാത്ര ചെയ്തില്ല? എന്തേ പോയില്ല? നാട്ടിലൊന്നും പോയി അന്വേഷിച്ചില്ല? ഒരു ചാനല് ഞാൻ ഓർമ്മിക്കുകയാണ്, അതിപ്പോ ഇന്നത്തെ നേതൃത്വം കൊടുക്കുന്ന ചാനൽ തന്നെയാണ്. പണ്ട് ഈ നമ്മുടെ ഈ ശിവശങ്കറിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് അയാള് അവിടെ പോകാറുണ്ടായിരുന്ന ഒരു ഫ്ളാറ്റിന്റെ സെക്രട്ടറിയുടെ ബൈറ്റ് എടുക്കാൻ പോയ ആൾക്കാരാ. ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്നാണ് നേരെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലാണ്. എന്താ ഇതെന്താ പോയി നാട്ടിൽ ചോദിക്കാത്തെ? ഇന്നലെ മലയാള മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട്. മനോരമ ഒരു വശത്തെ എഡിറ്റോറിയൽ എഴുതി, ഒരു വശത്ത് പ്രസിദ്ധീകരിച്ചു ഇയാൾക്കെതിരായ പൂർവ്വകാല കേസുകൾ. എന്തൊക്കെയാ കേസ്? ഞാൻ മനോരമയിൽ വായിച്ചറിഞ്ഞ ആളാ. എന്തൊക്കെയാ കേസ്? മനോരമ തന്നെ എഴുതിയിരിക്കുന്ന 1ാമത്തെ കേസ് എന്താ കേസ്? അപകടകരമാം വിധം വാഹനം ഓടിക്കുന്നത്, അതോടെ നിൽക്കട്ടെ. അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ കാണിച്ചതിന്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൈമിന് അയാൾക്കെതിരെ മുമ്പ് പരാതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കുറിച്ച് ഇത് ആരോപണം ഉന്നയിക്കുമ്പോൾ ആരെയൊക്കെ അറിയില്ലല്ലോ. ഒരു സ്ത്രീ, ഇവിടെ 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ. ഇനി നിങ്ങളുടെ എല്ലാം വീട്ടിൽ അമ്മയും സഹോദരിമാരൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കെല്ലാം അറിയാലോ. അവരങ്ങനെ വാദം ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ പറയോ? അതും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ പറയോ? അപ്പൊ അങ്ങനെ സ്ത്രീകളെ, അപ്പൊ എന്തുകൊണ്ടാ കാര്യം? ഇതേ കാര്യം കോൺഗ്രസിന്റെ ഒരു നേതാവ് ജനപ്രതിനിധിയാണ് ചെയ്തതെങ്കിൽ ഇപ്പോ നമ്മുടെ മനോരമ ചാനലിലൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നാൽ മാൻ ഓഫ് ദി ഇയർ, അങ്ങനെയല്ലേ അവാർഡിന്റെ പേര്, അവാർഡ് കൊടുത്തനെ, വാർത്തയിലെ വലിയ വിപ്ലവ സിംഹമായി മാറിയനെ. ഇതിന് ഇടതുപക്ഷമായിപ്പോയല്ലേ? മേയർ ആര്യ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്ത് വന്ന ദിവസം മുതൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ്. അതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അങ്ങനെ ഒരാളെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ശേഷി ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സംഭവത്തില് ഇത് മാത്രമല്ല, മേയർ ആര്യ മാത്രമല്ല, സൈബർ ലിഞ്ചിങ്ങിന്റെ വിക്ടിംസായി മാറുന്ന എത്രയോ മനുഷ്യർ. അതിൽ മാധ്യമങ്ങളോട് എനിക്ക് വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ സെലക്റ്റീവ് ആകരുത്.
നമ്മൾ അച്ചൂമ്മനെതിരെ സൈബർ ആക്രമണം നടന്ന സന്ദർഭത്തിൽ അതിനെ തള്ളിപ്പറയാൻ നല്ല ധീരത കാണിച്ചവരാണ് ഞങ്ങളൊക്കെ. അന്ന് അതില് ഒരാളെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെയോ മറ്റോ ഏതൊരാളെ ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുവന്നപ്പോ അതിന്റെ പിന്നാലെ ക്യാമറയുമായി ഓടിയവരാണ് നിങ്ങളിൽ കൂടുതൽ പേര്, അല്ലെ? ആ മുഖമൊന്ന് പുറത്ത് ലോകത്തെ കാണിക്കും. ആ ജാഗ്രത സെലക്റ്റീവ് ആവരുത് കേട്ടോ. ആ ജാഗ്രത എല്ലാ കാര്യത്തിലും കാണിക്കാൻ നിങ്ങൾ മാന്യത കാണിക്കണം. അതുണ്ടാവുന്നില്ല. പിന്നെ നിങ്ങളങ്ങനെ ആരെങ്കിലും സെലക്റ്റീവായി നിന്നുകൊണ്ട് ഓവർ ടൈം പണിയെടുത്തത് കൊണ്ട് മേയർ ആര്യ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും വനിത അയ്യോ ഈ പണിയെല്ലാം നിർത്തി അങ്ങ് വീട്ടിൽ പോയി നിന്നേക്കും എന്നും ദയവായി തെറ്റിദ്ധരിച്ചേക്കരുത്. അപ്പോ ഇത് കേരളത്തിൽ വളരെ സംഘടിതമായി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു സൈബർ ഗുണ്ടാസംഘം ഉണ്ടായിരിക്കുന്നു. ആ സൈബർ ഗുണ്ടാസംഘം ഇപ്പോഴല്ല, ഏറെക്കാലമായി അതിന്റെ പ്രവർത്തന പാതയിലാണ്. അതിനെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം, ഒറ്റപ്പെടുത്താൻ കഴിയണം. അത്തരം പ്രവണതകൾ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിനും കേരളത്തിന്റെ പൊതു സംസ്കാരത്തിനും ചേർന്നതല്ല എന്ന് പറയാനുള്ള മാന്യതയും മര്യാദയും നമ്മൾ ഓരോരുത്തരും കാണിക്കണം. നമുക്ക് എല്ലാവർക്കും അതിൽ ബാധ്യതയുണ്ട്. അതിൽ ഡിവൈഎഫ്ഐ ഇപ്പോ ആര്യയുടെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ പറയുന്നുണ്ട്. ഈ സച്ചിൻ ദേവിന്റെ ഈ പറയുന്ന ഇന്നലെ ഞാൻ ആദ്യം പരാമർശിച്ച ഈ മാധ്യമ വിശാരദനായ മഹാനുഭാവന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ അതും നിയമ നടപടി സ്വീകരിക്കും. ശക്തമായി ഞങ്ങൾ നിയമപരമായാണ് പ്രതിരോധിക്കുന്നത്. എല്ലാ കാര്യത്തിലും, എല്ലാ ഘട്ടത്തിലും അങ്ങനെ ജനാധിപത്യപരമായും നിയമപരമായും ശക്തമായി ഇക്കാര്യങ്ങളിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിൽ നിങ്ങൾ കല്ലെറിയുന്ന ഈ വിക്ടിംസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ, അവർ മാത്രം ഒറ്റയ്ക്കായി പോകും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. സംഘടന ഡിവൈഎഫ്ഐ ഒറ്റക്കെട്ടായി ഈ തെറ്റായ പ്രവണതയ്ക്കെതിരായ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാകും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും പറയാനാണ് നിങ്ങളോട് ഈ വാർത്താ സമ്മേളനം.